റിപ്പോർട്ട് ബിഗ് പൊളിറ്റിക്കൽ ബ്രേക്കിംഗ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എംപിമാരെ മത്സരിപ്പിക്കാത്തതിന് കാരണം ഉപതെരഞ്ഞെടുപ്പ് ഭയം. എംപിമാർ മത്സരിച്ചാൽ ലോക്സഭാ മണ്ഡലം നഷ്ടമാകുമെന്നാണ് ആശങ്ക. എന്നാൽ എംപിമാർ നിയമസഭയിലേക്ക് മത്സരിച്ചാൽ വിജയിക്കുമെന്നാണ് കനകോലു സർവേ പറയുന്നത്. എംപിമാരായ കെ സുധാകരൻ, ഷാഫി പറമ്പിൽ, എം കെ രാഘവൻ എന്നിവർക്ക് ജയസാധ്യതയുണ്ടെന്നാണ് സർവേ വ്യക്തമാക്കുന്നത്. റോഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷിപാൽ, കനകോലു വിവരങ്ങളൊക്കെ റോഷിപാലിന് ഇത് ആദ്യം എങ്ങനെ കിട്ടുന്നു എന്നുള്ളത് പ്രേക്ഷകർക്ക് സംശയിക്കാനൊരു സാഹചര്യം ഉണ്ട് കേട്ടോ. എങ്കിലും വളരെ കൃത്യമായി തന്നെയാണ് നമ്മൾ ആ വിവരങ്ങൾ കൊടുക്കുന്നത്. കനകോലുവിൻ്റെ റിപ്പോർട്ട് അതേപടി നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. പ്രസക്ത ഭാഗങ്ങളാണ്, കനകോലുവിനെ വിഷമിപ്പിച്ചിട്ടില്ല നമ്മൾ. അപ്പോൾ ആ കനകോലു റിപ്പോർട്ടിൽ പറയുന്നതനുസരിച്ച് എംപിമാരെ തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചാൽ അവിടങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് വരും. പിന്നീട് അവരെ അവിടെ തന്നെ വിജയിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളതിൽ ചെറിയ ആശങ്കയുണ്ട്. എന്നാൽ അതേസമയം എംപിമാരെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ ഷുവർ ബെറ്റാണ്. എം കെ രാഘവനാണെങ്കിലും കെ സുധാകരനാണെങ്കിലും ഒക്കെ, ഷാഫി പറമ്പിലും അടൂർ പ്രകാശും ഒക്കെ മത്സരിച്ചാൽ വിജയിക്കുക തന്നെ ചെയ്യും. പക്ഷേ അവർ വിജയിച്ചു പോകുമ്പോൾ ആ എം പി സീറ്റുകളിലേക്ക് മത്സരം നടന്നാൽ വിജയിക്കുമോ എന്നുള്ളതിൽ ഒരു ആശങ്കയുണ്ടെന്നാണോ കനകോലു റിപ്പോർട്ടിൽ പറയുന്നത്? റോഷി. അരുൺകുമാർ, സുനിൽ കനകോലു സർവേ നടത്തുമ്പോൾ ആ റിപ്പോർട്ടിൽ നിലവിൽ കോൺഗ്രസിന്റെ എല്ലാ എംപിമാർക്കും സംസ്ഥാനത്ത് വിജയസാധ്യതയുണ്ടെന്നാണ്. പല എംപിമാരും ഒന്നിൽ കൂടുതൽ മണ്ഡലങ്ങളിൽ അവർ വിജയിക്കാൻ സാധ്യതയുണ്ട്, അതും വലിയ ഭൂരിപക്ഷത്തിന് വിജയിക്കുമെന്നാണ് സർവേ റിപ്പോർട്ട് പറയുന്നത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇവരൊക്കെ മത്സരിച്ച് വിജയിച്ചാൽ അവർ പ്രതിനിധാനം ചെയ്യുന്ന പാർലമെന്റ് മണ്ഡലം അത് വിജയിക്കുക അത്ര എളുപ്പമായിരിക്കില്ല എന്നാണ് വിലയിരുത്തൽ. അത് കണ്ണൂരിൽ കെ സുധാകരൻ, അത് വടകരയിലെത്തിയാൽ ഷാഫി പറമ്പിൽ, കോഴിക്കോട് എം കെ രാഘവൻ, കോഴിക്കോട് നോർത്തിൽ അല്ലെങ്കിൽ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ ഏതെങ്കിലും മണ്ഡലത്തിൽ എം കെ രാഘവൻ വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഓരോ മണ്ഡലങ്ങൾ പരിശോധിക്കുമ്പോഴും തിരുവനന്തപുരത്താണെങ്കിൽ ശശി തരൂർ, ഒപ്പം അടൂർ പ്രകാശ് മത്സരിച്ചാൽ മാത്രമേ കോന്നി പിടിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന വിലയിരുത്തലാണ് ഹൈക്കമാൻഡിനുള്ളത്, കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത്. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഏറ്റവും മുതിർന്ന നേതാക്കളാണ് ഇപ്പോൾ എം പിമാരായിട്ടുള്ളത്. അവരെ നിയമസഭയിലേക്ക് മത്സരിപ്പിച്ചാൽ അവർ വിജയിക്കും. പക്ഷേ പാർലമെന്റിലേക്ക് പകരം മികച്ച ഒരു സ്ഥാനാർത്ഥി, വിജയസാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയെ ഇറക്കുക എന്നത് അത്ര എളുപ്പമായിരിക്കില്ല എന്നാണ് സർവേ റിപ്പോർട്ടിലൂടെ വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് എം പിമാരെ മത്സരിപ്പിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് എത്തുന്നത്. മാത്രവുമല്ല, ഈ എം പിമാരൊക്കെ വിജയിച്ചു കഴിഞ്ഞാൽ അധികാരം ലഭിക്കുമെന്ന കണക്കുകൂട്ടലാണ് കോൺഗ്രസിന്. ഇവരെ എല്ലാവരെയും മന്ത്രിമാരാക്കേണ്ടി വരും. കാരണം ഏറ്റവും മുതിർന്ന നേതാക്കന്മാരാണ് എം പിമാരൊക്കെ. അതും അത്ര പ്രായോഗികമായിരിക്കില്ല. ഇതൊക്കെ മുൻകൂട്ടി കണക്കാക്കിക്കൊണ്ട് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം എം പിമാർ തൽക്കാലം മത്സരിക്കേണ്ടതില്ല എന്ന ഒരു നിലപാടിലേക്ക് പോകുന്നത്. അതിൽ കെ സുധാകരൻ ഇളവ് വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. കാരണം അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റുമ്പോൾ തനിക്ക് കോൺഗ്രസ് ദേശീയ നേതൃത്വം നിയമസഭയിലേക്ക് മത്സരിക്കാനുള്ള അനുവാദം തരുമെന്ന് ഉറപ്പ് നൽകിയതാണ് കെ സുധാകരനുമായി അടുപ്പമുള്ളവരൊക്കെ പറയുന്നത്. പക്ഷേ ഈ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് സുധാകരന്റെ കാര്യത്തിലെത്തിയില്ല. എം പിമാർ മത്സരിപ്പിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് കോൺഗ്രസ് നേതൃത്വം എത്തിയത്. സുധാകരൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട്, അടൂർ പ്രകാശ് സമാനമായി പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ പല എം പിമാർക്കും രഹസ്യമായെങ്കിലും അവർ നേതാക്കളോട് പറയുന്നുണ്ട്. ഇപ്പോൾ ഷാഫി പറമ്പിലിന് തലശ്ശേരി മത്സരിക്കണമെന്ന താല്പര്യമുണ്ട്. തലശ്ശേരിയിൽ മത്സരിച്ചാൽ വിജയിക്കുമെന്ന് തന്നെയാണ് സർവേ റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷേ ഈ നിലവിൽ അങ്ങനെ മത്സരിച്ച് വിജയിച്ചാൽ ആ പാർലമെന്റ് മണ്ഡലം കയ്യിൽ നിന്ന് പോകുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം ഭയപ്പെടുന്നത്. താങ്ക് യു. റോഷിയാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ കാര്യങ്ങളുടെ കിടപ്പുവശം എന്താണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ. എം പിമാർ മത്സരിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് സുനിൽ കനകോലു റിപ്പോർട്ട് പ്രകാരം എം പിമാർ എം എൽ എമാരായിട്ട് മത്സരിച്ചാൽ ചിലപ്പോൾ ജയിച്ചേക്കും. പക്ഷേ തിരിച്ച് ആ സ്ഥാനത്തേക്ക് മറ്റൊരാൾ മത്സരിക്കാൻ വരുമ്പോൾ ആ ലോക്സഭാ സീറ്റിൽ ചിലപ്പോൾ കനത്ത മത്സരം നേരിടേണ്ടി വന്നേക്കാം. അതാണ് സുനിൽ കനകോലു പറയുന്നത്. അങ്ങനെ നഷ്ടപ്പെട്ടാൽ കേന്ദ്രത്തിലാണ് പ്രശ്നം ഉണ്ടാവുക. ഉള്ളത് കയ്യിൽ നിന്ന് പോവുകയും ചെയ്യും, മറ്റത് കിട്ടാത്തതാവുകയും ചെയ്യുന്നു എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് തടയുക എന്നുള്ളതാണ് ലക്ഷ്യം.